ഇതെല്ലാം കണ്ടിട്ട് റൗഡി ബേബി മാറി ശരിക്കും ഒരു ചോക്ലേറ്റ് ഗേൾ ആയോന്ന് എനിക്കൊരു ഡൗട്ട്. മാസ് ഹീറോയിനും മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടിയായ ഞാൻ ഇവനെ കണ്ടിട്ട് ഒരു ലവർ ലേഡി ആയി മാറിയല്ലോ. എന്നാലും നല്ല രസമുണ്ട്. ഞാൻ ഏതായാലും നാളെ സംസാരിക്കാം. ബോസ് ഞാൻ പിന്നെ വിളിക്കാം. കേട്ടോ സുമേഷേ, താൻ എന്തിനാ ഇവിടെ വിളിച്ചേ? നിങ്ങളല്ലേ ബോസ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇവളെ വിളിക്കാനാണോ? ബോസ് അവളെന്ന് പറഞ്ഞാൽ അത് അമൂല്യ മേഡം അല്ലേ സാർ? ബോസിന്റെ പഴയകാല ഹിസ്റ്ററി ഒന്നും മൈൻഡിൽ നോക്കിയാൽ അവളെന്ന് പറഞ്ഞാൽ അത് അമൂല്യ മേഡത്തിനെ തന്നെയാണ് ബോസ്. Will you just shut up? ഓഫീസിൽ ഇവള് മാത്രമേ പെണ്ണായിട്ടുള്ളൂ. ഞാൻ തന്നോട് പറഞ്ഞത് ആ സാഹിത്യെ വിളിക്കാനാ. സോറി ബോസ്. ശരി ബോസ്, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അല്ല, പെട്ടെന്ന് വിളിച്ചോണ്ട് വരാം. മുത്തശ്ശി, അമൂല്യ വേദാന്ത ചേട്ടനെ പറ്റി മുത്തശ്ശിക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാം ക്ലിയർ ആയില്ലേ? എന്ത് ഡൗട്ടാടി ഉണ്ടായിരുന്നത്? അവര് രണ്ടുപേരെയും കണ്ടാ മനസ്സിലാവുമല്ലോ നല്ല ജോഡിയാണെന്ന്. എന്ന് പറഞ്ഞ എന്നെയും നിന്റെ മുത്തച്ഛനെയും പോലെ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം നോക്കി. എന്താ മുത്തശ്ശിയും കൊച്ചുമോളും ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത്? മുത്തശ്ശിയും കൊച്ചുമക്കളും തമ്മിൽ പല കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഇടയിൽ അമ്മയ്ക്ക് എന്താണ് കാര്യം? നിന്നോട് ഇതൊക്കെ എന്തിനാ പറയുന്നേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. പിന്നെ എനിക്ക് നാളെ ഒന്ന് ഷോപ്പിങ്ങിന് പോവാനുണ്ട്. ജ്വല്ലറിയിലും കുറച്ച് പർച്ചേസ് ഉണ്ട്. അല്ല, നീ ഇപ്പൊ വന്നത് എന്നെ ക്ഷണിച്ചതാണോ അതോ നീ തന്നെ പോവാന്ന് പറഞ്ഞതാണോ? എന്താ സെലക്ട് ചെയ്യേണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയില്ലേ. ഞാൻ അവന്റെ മുത്തശ്ശിയല്ലേ. എന്റെ കൊച്ചുമകന്റെ കല്യാണത്തിന് ഞാൻ സ്വർണം വാങ്ങണ്ടായോ? ആരതിക്ക് സ്വർണ്ണമൊന്നും വാങ്ങണ്ടായോ? ഞാൻ അവക്ക് വേണ്ടി വാങ്ങാനൊന്നും അല്ല പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ സ്വഭാവം തീരെ പിടിക്കാത്തത്. അല്ലടി, നിന്റെ കല്യാണത്തിന് ഞങ്ങളാണോ നിനക്ക് സ്വർണ്ണം ഇട്ടത്? അല്ലല്ലോ, ശ്രീധരന്റെ വീട്ടിൽ നിന്നല്ലേ സ്വർണ്ണമല്ല ഇട്ടത്. അമ്മേ, അതങ്ങനെയല്ല. ഞാൻ അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും നീ വന്ന് ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലേ? ഞാൻ പോയി ആരതിക്ക് എന്തൊക്കെ വാങ്ങണമെന്നുള്ളത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കട്ടെ. നീയും വരുന്നുണ്ടോ ആദ്യ? വരാൻ എനിക്കും ആഗ്രഹമുണ്ട്. മുത്തശ്ശി വന്നേ പിന്നെ ഏത് നേരവും വീട്ടിൽ തന്നെയാണോന്ന് ചോദിച്ചു അമ്മായിമ്മ ഫോൺ വിളിച്ച് വഴക്ക് പറഞ്ഞാലോ എന്ന് ആലോചിച്ചിട്ടാ. അങ്ങനെയാണെ നീ വരണ്ട. ആ സുഹാസിനി, നമുക്ക് തന്നെ പോയി വരാം. വിളിച്ചായിരുന്നോ ബോസ്? യാ, കം ഇൻ. ഹായ് അമൂല്യ. നാളെ തൊട്ട് ശാരികയുടെ അസിസ്റ്റന്റ് ഇവരാണ്. താൻ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. പിന്നെ നമ്മുടെ കമ്പനി കൾച്ചറിനെ പറ്റി ഒന്ന് പറഞ്ഞേക്ക്. മീനാക്ഷിക്ക് എന്നോട് കുറച്ചും കൂടെ സ്നേഹം തോന്നണമെങ്കിൽ അവൾക്കൊരു കോമ്പറ്റീറ്റർ വേണം. ആ സ്ഥാനത്തേക്ക് ഇവളെ ചേർക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്റെ ഒരു ഐഡിയ. എടോ സുമേഷേ, തന്നോടല്ലേ പറഞ്ഞേ? തമ്മല്ലോ കേട്ടോ? കേട്ടു സാർ, കേട്ടു. നമ്മുടെ ഓഫീസിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, ഏത് സ്വിച്ച് ഇട്ടാൽ ഏത് ലൈറ്റാണ് ഓൺ ആവുന്നത്, AC-യിൽ എത്ര ടെമ്പറേച്ചർ വെക്കണം, ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കേണ്ട.
ആരാണ് ഹീറ്റ് ആരാണ് കോൾഡ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ ഞാൻ. കേട്ടോ സുമേഷ്, ശരി ബോസ്, ശരി ശരി. വരൂ വരൂ സൗദ്യ, നടക്കും. നീ എന്തായി വായ നോക്കി നിൽക്കുന്നേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ ഇറങ്ങിപ്പോ. അമ്മേ, ചമ്മന്തിക്ക് ഉപ്പ് മതിയോ നോക്കി. അത് മാത്രല്ല വെങ്കടേണ്ണന്റെ വീട്ടിലേക്ക് അയക്കേണ്ട ചമ്മന്തി മസാല ദോശ എല്ലാം ഉണ്ടാക്കാൻ ലേറ്റാവും. എന്തിനമ്മ ഈ സാരിയല്ലേ ഇപ്പൊ എടുത്തു വെക്കുന്നേ? ഞാൻ അറിയാതെ എങ്ങോട്ടേലും പോവാൻ തീരുമാനിച്ചോ? ഏയ് ഒന്നുമില്ല മോളെ. 10-20 വർഷമായിട്ട് നിന്റെ അച്ഛൻ വാങ്ങിച്ചെന്ന സാരി മാത്രമേ ഞാൻ ഉടുക്കാറുള്ളൂ. ബന്ധുക്കളുടെ കല്യാണമൊക്കെ വരുമ്പോ അവര് നമുക്ക് കല്യാണത്തിന് സാരിയൊക്കെ കൊണ്ടുവരാറില്ലേ, അതൊക്കെ ഞാൻ മാറ്റി വെച്ചതാ. ഒന്ന് എടുത്തു നോക്കുമായിരുന്നു. അമ്മ എന്താ ഈ സാരികളൊന്നും ഉടുക്കാതിരിക്കുന്നേ? ഉടുക്കുന്നത് പോട്ടെ, ഈ സാരി ഒന്നും ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കണ്ടിട്ടേ ഇല്ല. നീ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ആ വീട്ടിൽ ഉടുക്കാൻ വേണ്ടി നിനക്ക് നല്ല പട്ടുസാരികളൊക്കെ വേണമല്ലോ. അപ്പൊ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതുകൊണ്ടാ ഈ സാരികളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഇപ്പൊ നിന്റെ കല്യാണ ഡേറ്റ് ഒക്കെ കുറിച്ചില്ലേ, അപ്പൊ ഇതൊക്കെ ഞാൻ എടുത്തു നോക്കണ്ടേ മോളെ? ഇതിൽ നല്ലത് നോക്കിയെടുത്ത് ഞാൻ മാറ്റിവെക്കും. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അമ്മേ. ഈ സാരികളെല്ലാം അമ്മ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കായിരുന്നോ? അമ്മയ്ക്ക് ഞങ്ങളോട് എന്തുമാത്രം ഇഷ്ടമാണ് അമ്മേ. അയ്യേ, അതിനെന്തിനാ മോളെ നീ കരയുന്നേ? നീ എന്റെ മോളല്ലേ. ഇതൊക്കെ ചെയ്യേണ്ട അമ്മയുടെ കടമയല്ലേ മോളെ? നോക്കിക്കോ, ഈ സാരികളൊക്കെ നിനക്ക് നന്നായിട്ട് ചേരും, എനിക്ക് ഉറപ്പാ. അമ്മേ, എനിക്ക് വില കൂടിയ സാരിയും സ്വർണവും ഒന്നും വേണ്ട. എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹം മാത്രം മതി. ആ സാഹിത്യക്ക് വലിയ അഹങ്കാരമായി പോയി. വേണ്ട, ഈ ഓഫീസിൽ വാസ്തു ശരിയല്ല, ഇവിടെ ഒരുപാട് സ്ട്രിക്റ്റ് ആണ്. നിന്റെ ഫോട്ടോ ഇട്ടത് നീ അല്ലല്ല ഞാനാണെന്ന് അറിയുമ്പോ ആകെ പ്രശ്നമാവുന്നുള്ള രീതിയിൽ തത്തയോട് പറയുന്ന പോലെ ഞാൻ അവളോട് പറഞ്ഞിട്ടും സീരിയസ് ആയിട്ട് എടുക്കാതെ എന്റെ വാക്കിന് ഒരു വിലയും തന്നില്ല. എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ബോസിന് എന്നോടുള്ള സ്നേഹം നോർമലായി പോവാന്ന് അറിഞ്ഞിട്ടും അവൾ ഒരു തടസ്സമായിട്ട് വന്നു. എന്റെ സമയദോഷം. ഞാൻ വളർത്തി വലുതാക്കിയ പാമ്പ് എന്നെ തന്നെ തിരിച്ചു കൊത്തുവന്നാ ഇപ്പൊ എന്റെ സംശയം. അല്ല, ഞാൻ എന്തിനാ ബോസിനെ കുറിച്ച് ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അവനെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ ദൈവത്തിനും അറിയാം. പിന്നെ ബോസിനെ അറിയിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? അല്ല, പറഞ്ഞതുപോലെ ഈ ഇടയായിട്ട് ഞാൻ എന്തിനാ ബോസിനെ പറ്റി എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? ബോസ് വേറെ എവിടെയോ ആവുള്ളത്. ഇത്രത്തോളം റെസ്പെക്ട് കൊടുക്കേണ്ട എന്താ ആവശ്യമുള്ളത്? ഈ റൗഡി ബേബിയെ തന്നെ എപ്പോഴും വായാടിന്ന് വിളിക്കും. ഞാൻ എന്താ ഡബ്ബ ജോക്കാണോ? ഞാനല്ല DJ, അവനാ DJ. അല്ലല്ല, വലിയ അഹങ്കാരി, എന്നെക്കാളും വലിയ അഹങ്കാരി. അയ്യോ, ഒരുപാട് കിടന്നിങ്ങനെ മിടിക്കാതെ. എന്താ ഇവിടെ നടക്കുന്നേ? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ സുഖമായിട്ടല്ലേ ഇരിക്കുന്നേ? ഒരേ ഒരു മിനിറ്റ് കൊണ്ട് ഭൂമിയും ആകാശവും മുഴുവൻ കറങ്ങിയ പോലെ ആയല്ലോ. ദൈവമേ, നീ എന്നെ രക്ഷിക്കണേ.
നിന്നോട് ഞാൻ ജോലിക്ക് ചേരണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ചേർന്നേ? ഇവിടെ ജോലി കിട്ടിയെന്നുള്ള കാര്യം പോലും പറഞ്ഞില്ലല്ലോ. എന്തിനാ എന്നോടത് മറച്ചു വെച്ചത്? സോറി അമൂല്യ, നീ നിനക്ക് ശരിയെന്ന് തോന്നിയത് നീ ചെയ്തു, അതുപോലെ എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാനും ചെയ്തു, അത്രേ ഉള്ളൂ. ഈ 21-ാം നൂറ്റാണ്ടില് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലവ് സ്റ്റോറി. മേ ബി നമ്മുടെ കുട്ടികളെങ്ങാനും കോളേജിൽ പോകുന്ന സമയത്ത് ഈ ലവ് സ്റ്റോറി സിലബസിൽ എങ്ങാനും വന്നാ അതിലൊരു അതിശയമില്ല. എനിക്ക് നിന്നോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയതും നീ ഒന്നും നോക്കാതെ നോ പറഞ്ഞതും പിന്നെ സമ്മതിച്ചതും വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് വേറെ കല്യാണത്തിന് സമ്മതിച്ചതും ഞാനതറിഞ്ഞ് വിഷം കുടിച്ചതും ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ സംഭവിച്ചിട്ടും നമ്മൾ രണ്ടുപേരും എങ്ങോട്ട് പിരിഞ്ഞു പോകാതെ ഇപ്പൊ ഒന്നായി ജീവിക്കാൻ പോവല്ലേ. ഇതൊരു ചെറിയ കാര്യ. ഇതിഹാസത്തിലെ തന്നെ ഏറ്റവും അപൂർണമായിട്ടുള്ള പ്രേമകഥയത്. ഇതിലൊരു പാർട്ടെങ്കിലും സിലബസിൽ എന്തായാലും വരും. നീ നോക്കിക്കോ. നമ്മുടെ കുട്ടികൾക്ക് അവര് വലുതാവുന്ന സമയത്ത് ഈ കഥ പറഞ്ഞു കൊടുക്കാൻ നിനക്ക് പറ്റും. നീ ഭയങ്കര സംഭവല്ലേ, ഓൾസോ കുറച്ച് ക്യൂട്ടുമാണ്. ഞാനിവിടുത്തെ PPT വർക്കൊക്കെ തീർത്തു. പിന്നെ ബോസിന് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആൻഡ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ഡൺ ബൈ ടുമാറോ. ഷുവർ. ഓക്കെ ഓക്കെ. ചേട്ടാ, ഞാനാ വന്നത്. വെറുതെ ഡ്രാമ കാണിക്കല്ലേ. ചേട്ടനൊന്നും അല്ല വന്നേ. ഞാനാകെ പേടിച്ചു പോയി. ചേട്ടൻ വല്ലതും വന്നായിരിക്കും വിചാരിച്ചു. അതാ ഇങ്ങനെ മീറ്റിംഗ് കോൾ എന്നും പറഞ്ഞിങ്ങനെ ആക്ട് ചെയ്തേ. ചേട്ടാ, എനിക്കെന്തോ ഭയങ്കര ടെൻഷൻ ആവുന്നു. റൗഡി കൊച്ചിന് ടെൻഷനോ? സാധാരണ നീയല്ലേ എല്ലാവർക്കും ടെൻഷൻ കൊടുക്കാറ്, അല്ലാതെ സ്വയം ടെൻഷൻ അടിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ചുമ്മാ കോമഡി പറയല്ലേ. അയ്യോ, അതുകൊണ്ടല്ല ചേട്ടാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ടെൻഷൻ. പ്രശ്നോ? എന്ത് പ്രശ്നം? ഞാനൊരു പെണ്ണിന്റെ പേരില് ആ അഹങ്കാരിക്ക് മെസ്സേജ് അയക്കാറില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ആ പെണ്ണിന്റെ പേരിൽ ചാറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അവളുടെ മുഖം കാണണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോ ഞാനൊരു പെണ്ണിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു പറഞ്ഞില്ലേ? അയ്യോ, ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ റൗഡി കൊച്ചേ. നീ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നതിന് ഇതിനും അതിനും തമ്മിൽ എന്താ ബന്ധമുള്ളേ? അത് തന്നെയാ ചേട്ടാ ടെൻഷന്റെ കാര്യം. അന്ന് ഞാൻ ഏത് പെണ്ണിന്റെ ആണോ ഫോട്ടോ അയച്ചു കൊടുത്തത്, ഇന്ന് ആ പെണ്ണ് തന്നെ നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് കയറി. നോക്ക് ചേട്ടനും ടെൻഷൻ ആയില്ലേ? ഇത് ടെൻഷൻ ആവാനുള്ള കാര്യമല്ല റൗഡി കൊച്ചേ, ഇത് ഹാർട്ട് ബ്രേക്ക് ആവാനുള്ള കാര്യമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ എന്നോട് അത് തന്നെ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള വളഞ്ഞു കെട്ടിയ കാര്യങ്ങൾക്കൊക്കെ നിനക്കല്ലേ ഐഡിയ വരുള്ളൂ റൗഡി കൊച്ചേ. ഐ മീൻ കൗണ്ടർ ഐഡിയാസ് ഒക്കെ നിന്റെ കയ്യില് ഒരുപാടുണ്ടല്ലോ. അയ്യോ, ഐഡിയ ഇല്ല, ഒരു കുന്തവും ഇല്ല. എല്ലായിടത്തും ആളുകൾ എല്ലാരും കൂടെ ചേർന്ന് എന്നൊരു ഗൺ പോയിന്റ് നിർത്തിയേക്കുന്ന പോലെ എനിക്കിപ്പോ തോന്നുന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല. നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അല്ല മൂല്യ. അയ്യോ, അല്ല ഇല്ല എന്നൊന്നും പറയല്ലേ. എന്റെ തല പോകുന്ന കാര്യം ചേട്ടാ. ഈ കാര്യം ആരും പുറത്തറിയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാനെന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നേ? എന്റെ മീനാക്ഷി എന്റെ ലവ് റിജക്ട് ചെയ്യാനോ? സാധ്യമേ അല്ല. അവളുടെ ഹൃദയത്തിന്റെ ഓരോ തുടിപ്പും ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ മീനാക്ഷി എന്നെ വളരെ ഡീപ്പായിട്ടാ ലവ് ചെയ്യുന്നത്. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്ത് മീനാക്ഷിയെ കണ്ടുപിടിച്ചേ പറ്റൂ. അവളെ തേടി കണ്ടുപിടിക്കാൻ ഞാൻ ജെയിംസ് ബോണ്ട് 007 ആയേ പറ്റൂ. ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ വെറും ബോണ്ട് സിനിമ കാണുന്ന എന്റെ പാനിപ്പൂരി രഞ്ജിത്തുണ്ട്. അല്ല, ഞാൻ അഡ്മിൻ ഹെഡ് അല്ലേ? എന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ എങ്ങനെ അവളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നേ? എന്നോടല്ലാതെ വേറെ ഒരു പെണ്ണിനോടും കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് അവന്റെ ക്യാബിനിൽ വെച്ച് സംസാരിച്ചതോ? അത് മോശമല്ലേ? എല്ലാരും കൂടെ ചോദ്യം ചെയ്യേണ്ട കാര്യം. ഇതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാ. അങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ആ കളർ ഡ്രസ്സിൽ കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്താ
ചേച്ചി ആരാ കളർ ഷർട്ടിൽ കാണാൻ വളരെ നന്നായിരുന്നത്? വേറെ ആരെയാ? ആ അഹങ്കാരി കൊരങ്ങനെ തന്നെ. അയ്യോ, ആരെങ്കിലും കാണാൻ നന്നായിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യണം, അത്ര തന്നെ. അല്ലാതെ വേറൊന്നുമില്ല. ചേച്ചി സംതിങ് സംതിങ്. ആദ്യ ഇനി ഉടനെ ഒരു ഫംഗ്ഷൻ ഒന്നുമില്ല. നീ എപ്പോഴാ ഇനി വരുന്നത്? എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? കല്യാണ പത്രത്തിന്റെ പൂജ ഉണ്ടല്ലോ, അതിന് വന്നല്ലേ പറ്റൂ. കല്യാണ ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാ ഫുൾ തിരക്കല്ലേ. അതുമല്ല, ഞാൻ പയ്യന്റെ സൈഡല്ലേ, ഇപ്പോഴെനിക്ക് തിരക്ക് തുടങ്ങി. നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു സന്തോഷം. ഇവന് ജോലി, അവന് ഫോൺ, പിന്നെ എന്റെ അമ്മ ദൈവനാമം ചൊല്ലി എവിടെയെങ്കിലും ഇരുന്നോളും. നിന്റെ അച്ഛന്റെ കാര്യം പറയുകയും വേണ്ട. അമ്മേ, ഇവള് വിദേശത്തൊന്നും അല്ലല്ലോ. രാവിലെ ഒന്ന് ഫോൺ ചെയ്തോ ഈവനിങ് ആവുമ്പോ എത്തില്ലേ? ഇവള് വിളിക്കാൻ കാത്തു നിൽക്കുക. പിന്നെ എപ്പോ നോക്കിയാലും ഇവിടെ തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞു എന്നുള്ള ബോധമൊന്നുമില്ല ഇവക്ക്. നോക്കമ്മേ, എനിക്ക് വിഷമാവാതിരിക്കാൻ അവൻ നിന്നെ ഇങ്ങനെ കളിയാക്കുന്നത്. നീ ഇങ്ങോട്ട് വരുന്നെന്ന് പറയുന്നതിന് 3 ദിവസം മുമ്പേ തുടങ്ങും നീ എപ്പോഴാ വരുന്നേന്ന് ചോദിക്കാൻ. അതെനിക്കറിയാം. എന്നാലും ഇവന് ഈയിടെയായിട്ട് കുറച്ച് കൂടുതലാ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഈയിടെയായിട്ട് കുറച്ച് ഓവറല്ലേ. ശരിയമ്മേ, പോയിട്ട് വരാം. ശരി ശരി, വാ. വെറുതെ സംസാരിച്ചോണ്ടിരിക്കണ്ട. കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടാൻ മൂല്യ. അത് ആദ്യം അമൂല്യൊക്കെ ഒരേപോലെ പേരല്ലേ, അതുകൊണ്ടാ തെറ്റിപ്പോയത്. ആക്ച്വലി ഇവളൊന്നും സംസാരിക്കാതിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. ഡെയിലി അവളെ വിളിച്ച് ശീലമായി പോയി. ശരി, ഞാൻ പോയി വരാമേ. ബാ. അമ്മേ, പോയിട്ട് വരാം. അച്ഛാ, ബൈ. സോറി മോളെ, ഞാൻ കുറച്ച് ലേറ്റായി. മോള് പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഡിപ്പോയിൽ ഡ്രോപ്പ് ചെയ്തേക്ക്. അയ്യോ, ഇതിലൊക്കെ എന്തിനാ അച്ഛാ സോറി? എന്താണെങ്കിലും വണ്ടി ഞാൻ ഓടിച്ചാലും ഓണർ അച്ഛൻ തന്നെയല്ലേ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. അച്ഛാ, സോറി പറയേണ്ടത് ഞാനാ. ആവശ്യമുള്ള സമയത്ത് നമ്മുടെ റാണി ഇങ്ങനെയാണെന്ന് അച്ഛൻ അറിയാലോ. എന്താവശ്യത്തിന് ഇറങ്ങിയാലും ഇങ്ങനെ തന്നെയാ. അതെ, ഇങ്ങനെ വഴക്ക് പറഞ്ഞ സ്ട്രൈക്ക് കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊന്നേ സമാധാനത്തിൽ പറയാം. ഒന്ന് സോപ്പിട്ട് ചിലപ്പോ മാറിയേക്കും. 3 പ്രാവശ്യം വേദാന്ത ചേട്ടന്റെ പേര് പറ ചേച്ചി, വണ്ടി തന്നെ സ്റ്റാർട്ട് ആയിക്കോളും. അവന്റെ പേര് പറഞ്ഞ വണ്ടി സ്റ്റാർട്ടാകൂ?